ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഓരോരോ കാർഡായിട്ട് എടുത്ത് വെക്കാം. 6 ഓഫ് കപ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇന്ന് മൊത്തത്തിൽ പെൻറ്റക്കിൾസ് ആണല്ലോ. ലവേഴ്സ് കാർഡ്, വാവ്. ദ എംപറർ എടുത്തപ്പോൾ 2 കാർഡ് വന്നു. മജീഷ്യനും ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇന്ന് മൊത്തത്തിലൊരു പെൻറ്റക്കിൾസ് എനർജി ഉണ്ട്. മണിയുടെ കാര്യം നന്നായിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തി ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിലെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ചിലവഴിച്ച ആ നല്ല നിമിഷങ്ങൾ ഓർത്ത് നിങ്ങൾ അത് അയവിറക്കുന്നുണ്ട്. അത് നമ്മൾ പറയില്ല, നൊസ്റ്റാൾജിയ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ നേരത്തെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരുന്ന ആ നിമിഷങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും ഓർക്കുന്നുണ്ട്. അത് മാത്രമല്ല, ആ വ്യക്തി ആയാലും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റുമായിട്ടൊക്കെ വരണം, നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ല, ആൾറെഡി മാരേജൊക്കെ ആയവർക്കാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് വന്നൊരു കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തണം, സംസാരിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പണം ഉണ്ടാക്കണമെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും, അതിപ്പോൾ മാരേജ് ആയവർക്കായാലും നിങ്ങളുടെ ബന്ധം ഒരു കമ്മിറ്റ്മെൻറ്റ് രീതിയിൽ ഒരു നെക്സ്റ്റ് ലെവലിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ മണി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ പണം ഉണ്ടാക്കണമെന്നുള്ള അതിനുള്ള ഒരു തിരക്കിലൊക്കെയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുമായിട്ട് വലിയ ഒരു സംസാരമൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ഓർമ്മകളിൽ പോകുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് ആ സമയമൊക്കെ ചിലവഴിച്ചതൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നും കാണിക്കുന്നു. ഒരു പുതിയ തുടക്കം വരണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി. കാരണം ഇവിടെ എസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ തുടക്കമാണ്. അത് മണിയുടെ കാര്യത്തിലാവാം. കുറച്ച് പേർക്കൊക്കെ മണി ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും ഒരു ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ആരംഭിക്കാൻ പോകുന്നുണ്ടാവാം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനുള്ളിൽ തന്നെ ഒരു മാറ്റം വരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പരസ്പരം ഇപ്പോൾ ഒരു സഹകരണവും പഴയതുപോലെ ഒരു സംസാരവും സ്നേഹവും ഒന്നും കാണുന്നില്ല. അതൊരു നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയായിരിക്കാം. കുറച്ച് പേർക്കൊക്കെ ആൾറെഡി അങ്ങനെ ആയിരിക്കാം. കുറച്ച് പേർക്ക് അങ്ങനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും ഉണ്ട്. അത് മാത്രമല്ല, കുറച്ച് പേരൊക്കെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവരും കൂടെ എന്നെ ഒറ്റയ്ക്കാക്കി. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം വീട്ടിൽ പാരൻസ് അറിഞ്ഞിട്ടുണ്ടാവും, ലവ് ആൻഡ് ബ്രേക്കപ്പ് അങ്ങനെ ഇരിക്കുന്നവർക്കൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയ ഫീലിംഗ്, അല്ലെങ്കിൽ ആൾറെഡി മാരേജൊക്കെ ആയവർക്കാണെങ്കിലും പോലും അവർ നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെയോ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നതൊക്കെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയതുപോലെ നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു നഷ്ടം വന്നതുപോലെ നിങ്ങൾ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്കൊക്കെ മണി ലോസ് ആയിരിക്കാം, പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുമോ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കരിയർ ജോലിയിലുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും ഉണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും വീണ്ടും 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നു, ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നു. മണിയുടെ കാര്യം ഇവിടെ കാണുന്നുണ്ട്. അതായത് മണി നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും, അല്ലെങ്കിൽ ഒരു ഫാമിലി നല്ല രീതിയിൽ റൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിലും അവർ മണിയുടെ പണം ഉണ്ടാക്കുന്നതിനും ജോലി ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. ഇവിടെ മണി ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു ഐഡിയ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളിൽ തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഒരിത് കാണുന്നുണ്ട്. ഇവിടെയും 3 ഓഫ് പെൻറ്റക്കിൾസും കാണുന്നുണ്ട്. അതായത് അവർക്ക് ജോലി ചെയ്യണം, ആ ഒരു ജോലി കാര്യങ്ങളിലും അതിലൊക്കെ അവർ ബിസി ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളോട് ചിലപ്പം ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും അവർക്ക് സമയം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്കൊരു നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടു പോയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പഴയ ഒരു കമ്മ്യൂണിക്കേഷനോ സ്നേഹമോ അങ്ങനെയൊന്നും ഇല്ലാത്തതുപോലെ. നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്ന ലവേഴ്സ് കാർഡാണ്. ബ്യൂട്ടിഫുൾ കാർഡ്, ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾ പരസ്പരം രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട്, മാറി മാറി രണ്ടുപേർക്കും നല്ല സ്നേഹമുണ്ട്. കാരണം ഈ ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോഴേ പരസ്പര സ്നേഹവും ഒത്തൊരുമയും ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഒക്കെയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ലവേഴ്സ് കാർഡ് തന്നെയാണ്, നിങ്ങൾ ഒരു സോൾമേറ്റ് കണക്ഷനൊക്കെ തന്നെയാണ്. പക്ഷേ അവർ എന്തോ ജോലിയുടെ കാര്യത്തിൽ, കുറച്ച് പേർ ജോലിയുടെ കാര്യത്തിലായിരിക്കാം, കുറച്ച് പേർ അല്ലെങ്കിൽ എന്തെങ്കിലും. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ലവേഴ്സ് കാർഡ് തന്നെയാണ്. നിങ്ങൾ നല്ല സ്റ്റേബിളായിട്ടുള്ള ബന്ധം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്താണെന്ന് വെച്ചാൽ കുറച്ച് എല്ലാം നല്ലതാണ്, സ്റ്റേബിളാണ്, റെസ്പോൺസിബിളാണ്, ഈ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകണം, എല്ലാം ഓക്കെയാണ്, അവർ ഓക്കെയാണ്, കറക്റ്റാണ് അവർ. പക്ഷെ അവരുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഈഗോ ഉണ്ട് ഇവർക്ക്, ഒന്നും പ്രകടിപ്പിക്കില്ല ഇവർ. അതാണ് നിങ്ങളുടെ ബന്ധത്തിൽ കുറച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങൾ ഒരു രീതിയിൽ ചിന്തിക്കുന്നു, അവരെന്നെ വിട്ട് പോയോ, ഞാൻ തനിച്ചാക്കിയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ കാരണം അവർ സ്റ്റേബിളാണ്, റെസ്പോൺസിബിളാണ്, അവർക്ക് ഇഷ്ടമാണ്. ഇവിടെ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്, ഇഷ്ടമാണ്, എല്ലാം ആണ്. പക്ഷെ അവർ കുറച്ച് ഈഗോ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ.
തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉടനെ എന്താണ് നടക്കാൻ പോകുന്നത് ചോദിച്ചപ്പോൾ അതിന് മജീഷ്യനും ഉണ്ട്, ജഡ്ജ്മെൻറ്റും ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ്, നിങ്ങൾക്ക് ന്യായം കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അത്രയും സ്നേഹിച്ച് വളരെ ഇഷ്ടത്തോടെ നിൽക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അവർ കുറച്ച് തിരക്കിലും ബിസിയിലൊക്കെ ആയിരിക്കാം, എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു ന്യായം വരും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുമെന്നാണ് കാണുന്നത്. കാരണം ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോഴേ പാസ്റ്റിനെ എല്ലാം മറന്നും പുതിയ ഒരു ഫ്യൂച്ചറിലേക്ക് തേടി വരുന്നത്. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ന്യായം കിട്ടുമെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ മജീഷ്യനും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്, പക്ഷേ അവരിവിടെ പ്രകടിപ്പിക്കുന്നില്ല. എംപറർ കാർഡ് വന്നിട്ടുണ്ട്, പക്ഷേ എന്നാൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും എന്തും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ന്യായം കിട്ടും. നിങ്ങൾക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനും പറ്റും. ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഒരു 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കും. കാരണം പെട്ടെന്ന് ഇങ്ങനെ പോട്ടെ അവർ ഒരു സേഫ് സോണിൽ നിന്ന് പുറത്ത് വരാൻ അവർക്ക് ഇപ്പോൾ മടിയാണ്. ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലാണ് അവർ നിൽക്കുന്നത്. തീർച്ചയായിട്ടും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരും. അതിനുവേണ്ടി നിങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.